I look at you and it's easy to see. Hi friends. ഹലോ യു കെ മല്ലു ഹിയർ Hello UK Mallu here. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങളൊരു ചാരിറ്റി ഷോപ്പിൽ പോവാണ്. ഞങ്ങൾ ഇന്നൊരു ചാരിറ്റി ഷോപ്പിൽ പോവാം. ചാരിറ്റി ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി ഷോപ്പ് വെച്ചാല് ഇവിടെ പോലെ ഇന്നലത്തെ ഒരുപാട് യൂസ്ഡ് ഫർണിച്ചർ ഒക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങള് നിങ്ങൾ പുതിയതായിട്ട് യു കെ വന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെയുള്ള ചാരിറ്റി ഷോപ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് അധികം യൂസ് ആവാത്ത ഇലക്ട്രോണിക് സാധനങ്ങളും ഫർണിച്ചറും ഒക്കെ നല്ല കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ കിട്ടും, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചാരിറ്റി ഷോപ്പിലേക്ക് പോവാം. അവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ചാരിറ്റി ഷോപ്പിൻ്റെ പേര് മാർട്ടിൻ ഹൗസ് ചിൽഡ്രൻസ് ഹോസ്പൈസ് എന്നാണ്. ഇത് ജനറലി ഇത്തിരി ഇൽനെസ്സും സിക്കായവരൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഷോപ്പാണ്. ഇതിന് കുറേ അധികം ബ്രാഞ്ചുകളുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വെതർബി ബ്രാഞ്ചിലാണ്. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ഗോഡൗൺ, ഒരുപാട് കളക്ഷനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡൊണേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ടി വിയുടെ സെക്ഷനാണ്. ടി വി തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ മെയിൻലി ഉള്ളത് ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫർണിച്ചർ, പിന്നെ കിച്ചൺ ഐറ്റംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ അൽമാര, പിന്നെ സോഫ, കബോർഡ്സ്, അങ്ങനെ പിന്നെ ചെറിയ ഫ്രിഡ്ജും ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ, കബോർഡ്സ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ കിച്ചൺ ഐറ്റംസും പിന്നെ അതല്ലാതെ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെയൊക്കെ സെക്ഷനാണ്. നല്ല കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണെന്ന് പറയത്തില്ല. എല്ലാം കിച്ചൺ ഐറ്റംസ്, സ്പൂൺ, ഇതൊക്കെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും കപ്സും അതും ഇതൊക്കെ ഉണ്ട്. ഇത് കിഡ്സിൻ്റെ കുറേ ടോയ്സ്, യൂസ്ഡ് ആയിട്ടുള്ള നല്ല കണ്ടീഷനിലുള്ള ടോയ്സ്. ഇവർ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇതായിട്ടുള്ള സാധനങ്ങൾ ഇവർ എടുക്കത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ്, മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് ടോയ്സ് ഒക്കെയാണ്. ഇപ്പോൾ പിള്ളേർ ഒരുപാട് കളിച്ചു, അവർ പക്ഷെ മടുത്തു അങ്ങനെ, അല്ലെങ്കിൽ അവർ വലുതായി ചെറിയ ടോയ്സ് ഇട്ട് അവർ കളിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് കൊണ്ട് ഡൊണേറ്റ് ചെയ്യാം. ഇതെല്ലാം ഷോപ്പീസ് ഐറ്റംസാണ്. ഇതായി കാണുന്ന ആ ക്യാറ്റ് കണ്ടില്ലേ, അത് ഞാൻ വാങ്ങിച്ചു. 2.5 പൗണ്ടായിരുന്നു. നമ്മളല്ലാണ്ട് ഷോപ്പിൽ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും. അത് കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഈ പോട്ട്, ചെറിയ പോട്ട് കാണുന്നതിന് 0.5 ആണ്. കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ 1 പൗണ്ട് അല്ലെങ്കിൽ 85 pence, അങ്ങനെ ചെറിയ എമൗണ്ടിന് ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ യൂസ്ഡ് മാറ്റൊക്കെയാണ്. നിങ്ങൾക്ക് അത് കണ്ടാൽ പറയൂ അത് യൂസ്ഡ് ആയിട്ടുള്ള മാറ്റാന്ന്. ഇത് ഒരു ടിഷ്യൂ ഹോൾഡറാണ്. എനിക്ക് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. മൊത്തം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് പ്ലേറ്റ്സ്, കപ്പ്, സോസർ, അതൊക്കെ നിങ്ങൾക്കും ഇപ്പം നല്ല കണ്ടീഷനിലുള്ള നിങ്ങൾ യൂസ് ചെയ്യാത്ത കിച്ചൺ ഐറ്റംസ്, അതായത് പ്ലേറ്റ്, സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ യൂസ്ഡ് ക്ലോത്ത്സും ഉണ്ട്. ഈ കാണുന്ന ഒരു കർട്ടൻ, അതിന് 4.5 പൗണ്ടാണ്. ഡബിൾ കർട്ടൻ ആയിരുന്നു അത്. അതിലിടാനുള്ള ഹോളും ഇതെല്ലാം സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെ ഉണ്ട്. അപ്പോൾ അതും ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് യു കെ വരുവാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു വീട് സെറ്റപ്പ് ആക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോഫയൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള സോഫ നിങ്ങൾക്ക് 85 പൗണ്ട്, 3 സീറ്റർ 85-90 പൗണ്ട് ആ റേഞ്ചിന് കിട്ടും. പിന്നെ കബോർഡുകളൊക്കെ വളരെ ചെറിയ പ്രൈസിന്, അതായത് 20 പൗണ്ട്, 35 പൗണ്ട് ആ റേഞ്ചിനൊക്കെ. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പം ഒരു TV സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ഈ മാർട്ടിൻ ഹൗസ് എന്ന് പറയുന്നത് ഈ ചാരിറ്റി ഷോപ്പിൻ്റെ അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്ട്സ് പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡെലിവർ ചെയ്ത് തരും നമുക്ക്. അപ്പോൾ ആയിരിക്കുന്ന സോഫ അത് 3 സീറ്റർ ഏകദേശം 125 പൗണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ എല്ലാ സാധനങ്ങളും. ഇതൊക്കെ ഒരു ആൻറ്റിക് പീസാ, ക്ലോക്കൊക്കെ. അതേപോലെ തന്നെ കുറേ അധികം ഈ നല്ല നല്ല ഈ ഫോട്ടോസും അതുമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. കെറ്റില്, റൈസ് കുക്കർ, പിന്നെ ലാമ്പ്, പിന്നെന്താ സാൻഡ്വിച്ച് മേക്കർ, ബ്രെഡ് ടോസ്റ്റർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇത് മൊത്തം എന്താ പറയുക ലാമ്പിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. ടേബിൾ ലാമ്പും ഇതൊക്കെ. ഒക്കെ നോക്കി അതൊക്കെ 6 പൗണ്ട് 16 പൗണ്ട്. ഇത് നല്ലൊരു ക്യൂട്ട് സംഭവമായിരുന്നു. അതിന് പക്ഷേ ഇച്ചിരി വില ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 25 എന്തോമായിരുന്നു. ഇത് പിന്നെ ഡൈനിങ് ടേബിൾ, ചെയർ, കബോർഡ്, സ്റ്റൂള്, അതൊക്കെ ബെഡ് സൈഡ് ടേബിള്. ഇത് ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ആണ്. അതൊരു ആൻറ്റിക് പീസായിരുന്നു ഇത്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ തപ്പി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല റെയർ പീസ്, ഒരു ആൻറ്റിക് പീസ് പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അധികം നാളില്ല. ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് അധികം സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷോപ്സ് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ സോഫ വാങ്ങിച്ചതും ഇവിടെ നിന്നാണ്. ഞങ്ങൾക്ക് ഏകദേശം 90 പൗണ്ടായി ഞങ്ങളുടെ സോഫ. കൂടാതെ പിള്ളേരുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇലക്ട്രിക് സൈക്കിള്, ഇതൊക്കെ ഫോട്ടോസും ഇതൊക്കെ. നല്ലൊരു അൽമാരയായിരുന്നു കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യാത്ത 55 പൗണ്ടായിരുന്നു ആ അലമാരയുടെ വില. ഇതൊക്കെ 85 പൗണ്ടൊക്കെ ആയിരുന്നു ഈ സോഫയ്ക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇത് ഈ ഗ്രേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പക്ഷെ ഓൾറെഡി വാങ്ങിച്ചുകൊണ്ട് പിന്നെ നോക്കാൻ പറ്റത്തില്ല. ഇതൊരു എൽ ഷേപ്പ് സോഫയായിരുന്നു. ഇവിടെ നല്ലൊരു ഈ പാച്ച് വർക്ക് പോലത്തെ ഒരു സെൻറ്റർ ടേബിൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അടിപൊളിയായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ പിള്ളേരുടെ പ്രാമും അതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ 2-3 സാധനങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരും. വലുതായിട്ടൊന്നും ഇല്ല, കാരണം ഓൾറെഡി അവർ ചാരിറ്റിക്ക് വേണ്ടിയാണ് നടത്തുന്നത്. അവർ കുറഞ്ഞ പ്രൈസിലാണ് ഇട്ടേക്കുന്നതും. അത് യൂസ്ഡ് പ്രോഡക്ട്സ് ആണ്. പക്ഷെ 3-4 സാധനങ്ങൾ നിങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ അവർ ചെറുതായിട്ടൊരു 5 പൗണ്ടോ 10 പൗണ്ടോ ഡിസ്കൗണ്ട് തരും. നല്ല എമൗണ്ടിൻ്റെ സാധനങ്ങൾ. വിൻറ്റേജ് കാഴ്സിൻ്റെ കുറേ അധികം നല്ല ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. 5 പൗണ്ടൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇത് നല്ലൊരു ഡ്രസ്സിങ് ടേബിളായിരുന്നു കേട്ടോ. 3 മിറർ സെറ്റ്, നമുക്ക് 3 വ്യൂ കിട്ടും. അങ്ങനെ നല്ല റോയൽ ലുക്ക് ഉണ്ടായിരുന്നു. അൽമാര നല്ല അൽമാരായിരുന്നു. എനിക്ക് ഫുൾ വുഡ് വർക്കൊക്കെയുള്ള വുഡാണത്. ആ അൽമാരയുടെ അടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ കളർ സോഫയിലെ ഈ സോഫ കം ബെഡായിരുന്നു. എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളുമായിട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.